നമസ്കാരം. വളരെ വളരെ ദുഃഖകരമായ വാർത്തകളാണ് പശ്ചിമേഷ്യയിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ആഗോള അസ്ഥിരതയിലേക്ക്, യുദ്ധഭീതിയിലേക്കൊക്കെ വഴിവെക്കുന്ന കാഴ്ചയാണ് പശ്ചിമേഷ്യയിൽ നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് വരുന്ന വാർത്തകൾ ആഗോളതലത്തിൽ സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള വലിയ വലിയ നഷ്ടങ്ങൾ, വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഈ നൂറ്റാണ്ടിലുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധമുഖം ആണ് ഇപ്പോഴത്തെ ലോകത്തെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ ഈ അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ അതിരൂക്ഷമായ ഒരു വല്ലാത്ത അവസ്ഥ, ഈ സംഘർഷാവസ്ഥ സത്യത്തിൽ നമ്മുടെ ലോകത്തിന്റെ ഊർജ സുരക്ഷ, രാജ്യത്തിന്റെ ബന്ധങ്ങൾ, രാജ്യാന്തര ബന്ധങ്ങൾ, ഇവയൊക്കെ സ്വാധീനിക്കുന്ന വിധത്തിൽ അത്യന്തം ഗൗരവമായിട്ടുള്ള ഗുരുതരമായി വരുന്ന കാഴ്ചയാണ് സത്യത്തിൽ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സംഘർഷങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത മാർഗമായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോർമുസിലൂടെ കടന്നു പോവുകയായിരുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ 2 എണ്ണ കപ്പലുകൾക്ക് നേരെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ കപ്പലുകളുടെ പാത ഇറാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന വഴിയെ പോകാവൂ, ഇറാൻ പറയും ആ രീതിയിലേ പോകാൻ പാടുള്ളൂ എന്ന്. പക്ഷെ ആ പാത തെറ്റിച്ചിട്ട് ഒമാൻ തീരത്തുകൂടെ സഞ്ചരിച്ചു എന്ന കാരണത്താൽ അല്ലെങ്കിൽ ആ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇറാൻ ആ കപ്പലുകളെ അങ്ങ് തകർത്ത് കളഞ്ഞു. ലോകത്തിലെ മൊത്തം എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 30% വരെ കടന്നു പോകുന്ന ഈ ഹോർമൂസ് കടലിടുക്കിൽ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണം ഇപ്പോൾ വീണ്ടും ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പരാക്രമണങ്ങൾ ലോകത്തെ ആകെ നടുക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സൗദി അറേബ്യ, UAE, ഇറാഖ്, ഇറാൻ, മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ യൂറോപ്പിലേക്കും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കും ഒക്കെ എത്തുന്നത് ഹോർമൂസിലൂടെയാണ്. തങ്ങളുടെ സൈനിക ശേഷി തെളിയിക്കാനും പ്രതിരോധം തീർക്കാനുമായി ഇറാൻ ഈ ഹോർമൂസിനെ തന്നെ, ഈ ജലപാതയെ തന്നെ ഒരു ആയുധമാക്കി ഉപയോഗിക്കുന്നു, തങ്ങളുടെ തുർപ്പുചീട്ടായിട്ട് ഉപയോഗിക്കുന്നു എന്നത് നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് യുദ്ധം തുടങ്ങിയ ശേഷം നമ്മൾ പലതവണ ലോകം കണ്ടിട്ടുള്ളതാണ്. ഇപ്പോ ഇറാൻ തകർത്ത കപ്പലിനെ കുറിച്ച് നമുക്ക് അത്യന്തം വേദനാജനകമായിട്ടുള്ള ഒരു വാർത്ത കൂടിയുണ്ട്. കപ്പലിലുണ്ടായിരുന്ന ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ ദുഃഖകരമാണ്, ആശങ്കാജനകവുമാണ്. ആഗോളതലത്തിൽ വിവിധ വിദേശ കപ്പലുകളിലായിട്ട് 3 ലക്ഷത്തിലധികം ഇന്ത്യൻ നാവികർ ജോലി ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പും പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ഇന്ത്യൻ പൗരന്മാർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പൗരന്മാരെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഇന്ത്യ അമേരിക്കയോടും ഇറാനോടും നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ നാവികരുടെ സമുദ്ര സുരക്ഷയ്ക്കും അല്ലെങ്കിൽ തൊഴിൽ സാധ്യതകൾക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നടപടി അമേരിക്ക തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങൾക്കുള്ള ഒരു മറുപടിയായിട്ടാണ് ഇറാൻ പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് 3 ദിവസങ്ങളായിട്ട് തുടർച്ചയായിട്ട് ഇറാനിൽ അമേരിക്ക അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഇറാന്റെ പ്രധാനപ്പെട്ട തീരദേശ നഗരങ്ങളിൽ അമേരിക്ക അതിശക്തമായ വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ട് അമേരിക്ക ഈ യുദ്ധമുഖത്ത് കടൽ ഡ്രോണുകൾ അല്ലെങ്കിൽ സീ ഡ്രോണുകൾ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇപ്പോൾ അതായത് കോഴ്സ് എന്നറിയപ്പെടുന്ന ഒരു അത്യന്താധുനിക ഡ്രോൺ ഉണ്ട്. അതുപയോഗിച്ചിട്ട് ഇറാന്റെ മിസൈൽ ലോഞ്ചിങ് സ്റ്റേഷനുകൾ, റഡാറുകളൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയവിനിമയ സംവിധാനങ്ങളൊക്കെ തകർത്തെറിയുകയാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നാണ് വാർത്ത വരുന്നത്. പശ്ചിമേഷ്യൻ മാധ്യമങ്ങളും അതുപോലെ പാശ്ചാത്യ മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇറാന്റെ പ്രധാന തുറമുഖമായിട്ടുള്ള ബന്ദർ അബ്ബാസ്, സിറിക്ക്, അബുമൂസ, ഇവിടെയൊക്കെ ആണവ പ്ലാന്റിന് സമീപമുള്ള ബുഷാർ, ഇവിടെയൊക്കെ വലിയ തോതിൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയുടെ രൂക്ഷമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹോർമൂസിൽ ആക്രമണം നടത്താനുള്ള ഇറാന്റെ ശേഷിയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാണ് തങ്ങൾ ചെയ്യാൻ പോണത് എന്നാണ് അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഹോർമൂസ് ഫ്രീ ആകണമെന്നുണ്ടെങ്കിൽ ഇറാന്റെ ഈ ബന്ധപ്പെട്ട നഗരങ്ങളും അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ ആയുധ ശേഖരങ്ങളും ഒക്കെ ഇല്ലാതാക്കണം അത്രേ. ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഹോർമൂസിന്റെ പൂർണ്ണമായ സംരക്ഷണവും നിയന്ത്രണവും അമേരിക്കൻ സൈന്യം ഏറ്റെടുക്കുമെന്നും അതിനായി അവിടെ പ്രവേശിക്കുന്ന കപ്പലുകളിൽ നിന്ന് 20% ഫീസ് ഈടാക്കുമെന്ന്, ടോൾ പിരിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന ട്രംപ് പറഞ്ഞതിന്റെ തൊട്ടു പിന്നാലെ ഇറാൻ അതിനെ പരിഹസിച്ച് തള്ളിക്കളയുന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെ തന്നെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് എന്ന് തെളിയിക്കാനാണ് UAE കപ്പലുകൾ ആക്രമിച്ചത് എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ അമേരിക്ക 2 ഭീമൻ വിമാനവാഹിനി യുദ്ധക്കപ്പലുകളാണ് ഇറാന്റെ തീരത്ത് വിന്യസിച്ചിരിക്കുന്നത്. USS അബ്രഹാം ലിങ്കൺ, അതുപോലെ USS ജോർജ് ബുഷ് എന്നീ 2 കപ്പലുകൾ, അതിൽ 100 കണക്കിന് യുദ്ധവിമാനങ്ങൾ,
അത്യന്താധുനിക ഡ്രോണുകളൊക്കെ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ചൈനയിലേക്കും ഇന്ത്യയിലേക്കും ഒക്കെ കഴിഞ്ഞ ആഴ്ചകളിൽ ഇഷ്ടംപോലെ കപ്പലുകൾ, ഇറാന്റെ എണ്ണ കപ്പലുകൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ തടയപ്പെട്ടിരിക്കുകയാണ്. ഈ സംഘർഷം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്, നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല. എണ്ണ വിതരണം തടസ്സപ്പെട്ടതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് നേരത്തെ ഇപ്പോൾ 72 ഒറ്റയടിക്ക് 84, 85 എന്ന നിലയിലേക്ക് കുതിച്ചുയർന്നു കഴിഞ്ഞു. 9% വർധനവാണ് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഇപ്പോൾ 2-3 ദിവസം കൊണ്ടുണ്ടായിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ പെട്രോൾ, ഡീസൽ, പാചകവാതകമൊക്കെ അതിന്റെ വിലയൊക്കെ അന്തംകെട്ട നിലയിൽ വർദ്ധിക്കും എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇവിടെ ഏറ്റവും കുടുങ്ങുന്നത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളാണ്. ഇന്ത്യയെ പോലെ ആവശ്യത്തിനുള്ള എണ്ണയുടെ ഭൂരിഭാഗവും ഇറക്കുമതി ചെയ്യുന്ന വികസ്വര രാജ്യങ്ങൾക്ക് ഇത് താങ്ങാനാവാത്ത വലിയൊരു സാമ്പത്തിക ഭാരമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ വിദേശ നാണ്യശേഖരം കുറയുന്നതിന്, ആഭ്യന്തര വിപണിയിൽ പണപ്പെരുപ്പം അനിയന്ത്രിതമായി വർദ്ധിക്കുന്നതിനൊക്കെ ഇതൊരുപക്ഷെ കാരണമാകും. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ ബഹ്റൈനിലേക്ക്, ജോർദാനിലേക്കൊക്കെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഒക്കെ നിരന്തരം അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് റിപ്പോർട്ടുമുണ്ട്. ഇത് ഗൾഫ് മേഖലയിലാകെ വലിയ ഭീതിയും പടർത്തുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി വലിയ സങ്കീർണതയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ യമനിലെ ഹൂത്തി വിമതരും രംഗത്തെത്തിയിട്ടുണ്ട്. അവര് ചെങ്കടലിൽ നിന്ന് ഏതൻ ഉൾക്കടലിലേക്ക് പ്രവേശിക്കുന്ന നിർണായകമായ ബാബൽ മന്ദബ് കടലിടുക്ക് തങ്ങൾ പൂർണ്ണമായും അടയ്ക്കുമെന്നാണ് ഇപ്പോൾ ഹൂത്തികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ ഇറാനും പൂട്ടി, അവിടെ ഹൂത്തികളും പൂട്ടാണെന്നുണ്ടെങ്കിൽ ഏകദേശം തീരുമാനമാകും. മുമ്പ് ഗസ യുദ്ധകാലത്ത് ഹൂത്തികൾ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ മൂലം 100 കണക്കിന് കപ്പലുകളുടെ ഗതാഗതം തടസ്സപ്പെടുകയും ചില കപ്പലുകൾ മുങ്ങിപ്പോവുകയും ചെയ്തിരുന്ന ഒരു ചരിത്രമുണ്ട്. ഇപ്പോൾ ഹൂത്തികളുടെ പ്രധാന കേന്ദ്രമായിട്ടുള്ള യമനിലെ സന വിമാനത്താവളത്തിൽ നിന്ന് അമേരിക്കയും ഇസ്രായേലും ഒക്കെ ചേർന്ന് അതിശക്തമായ ബോംബാക്രമണം നടത്തിയതാണ് റിപ്പോർട്ടുകൾ. അതിന് തിരിച്ചടിയായിട്ട് ഈ ഹൂത്തികൾ ചെങ്കടൽ പാത തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ആഗോള വ്യാപാര മേഖല പൂർണ്ണമായിട്ടും സ്തംഭിക്കും. ഇത്തരത്തിലുള്ള ഒരു ഗുരുതര സാഹചര്യം ഇവിടെ നിലനിൽക്കുമ്പോൾ ഇറാനും റഷ്യയും തമ്മിലുള്ള തന്ത്രപ്രധാനമായ ഒരു ബന്ധത്തെക്കുറിച്ച് കൂടി നമ്മൾ പറയണം. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന് റഷ്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ റഷ്യയുടെ അത്യന്താധുനിക എയർ കമാൻഡ് വിമാനം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വന്നിറങ്ങിയത് അമേരിക്കയെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. അതായത് യുദ്ധമേഖലയെ മുഴുവൻ നിയന്ത്രിക്കാൻ ശേഷിയുള്ളതാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ വിമാനം എന്ന് പറയുന്നത്. യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കാൻ ആയിരക്കണക്കിന് ഷഹീദ് ഡ്രോണുകൾ നൽകിയത് ഇറാനാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഉപരോധത്തെ നേരിടാൻ റഷ്യയും ചൈനയും പരസ്യമായി ഇറാന്റെ പക്ഷം ചേരുമോ എന്ന ആശങ്കയിലാണ് ലോകം. ആഗോളതലത്തിൽ ഒരു പുതിയ സൈനിക ചേരിതിരിവുകൾ രൂപപ്പെടുന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഇപ്പൊ സത്യത്തിൽ ഈ റഷ്യൻ വിമാനം ഇറാനിലെത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ കോടിക്കണക്കിന് വിദേശ തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികളൊക്കെ അതിൽ 1 കോടിയിലധികം വരുന്നത് നമ്മുടെ ഇന്ത്യൻ പൗരന്മാരാണ്. കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം 40 ലക്ഷത്തോളം മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്നുണ്ട്. അവരിൽ ജനവാസ കേന്ദ്രങ്ങളെ ഇറാൻ ലക്ഷ്യം വെക്കാത്തത് മാത്രമാണ് ഒരേ ഒരു ആശ്വാസം. അങ്ങനെ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചു കഴിഞ്ഞാൽ നമ്മൾ മലയാളികളടക്കമുള്ള എല്ലാവരും അതിൽ പെടും. യുദ്ധം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഗൾഫിലെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളെ, അതുപോലെ എണ്ണ ശുദ്ധീകരണശാലകളെ, കുടിവെള്ള പ്ലാന്റുകളെ ഒക്കെ ബാധിക്കും. ഇപ്പോ ട്രംപ് ഇസ്രായേലിന് അനുകൂലമായിട്ട് എല്ലാം നിലപാട് മാറ്റിക്കൊണ്ടുവരികയാണ്. ഇടയ്ക്കൊക്കെ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞിരുന്ന ഇസ്രായേലിനെ പ്രാന്തൻ, പൊട്ടൻ, തട്ടൻ എന്നൊക്കെ വിളിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാം നെതന്യാഹുവിനെ താങ്ങിക്കൊണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് ട്രംപ് മാറിയിട്ടുണ്ട്. ഇത് പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം ആ കരാറിൽ പറഞ്ഞ എന്താ, ഒരു കാരണവശാലും ലെബനനിൽ കയറി ഇസ്രായേൽ അടിക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ ഇനി ഒരുപക്ഷെ അമേരിക്ക തന്നെ ലെബനിലേക്ക് അടിക്കുന്ന ഒരു സാഹചര്യം വരും. ലോകം ഇന്ന് വീണ്ടും വലിയൊരു വിനാശകരമായ ഒരു യുദ്ധത്തിന്റെ നിഴലിലാണ് നിൽക്കുന്നത്. യുദ്ധങ്ങൾ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് നമുക്കറിയാം. പക്ഷെ ലോകത്തെമ്മാടിയും ലോക കള്ളനും രണ്ടെണ്ണം കൂടെ യോജിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന യുദ്ധങ്ങൾ അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഒരുപക്ഷെ 3-ാം ലോക യുദ്ധത്തിലേക്ക് പോലും ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തെ കൊണ്ടുവന്ന് എത്തിക്കും എന്ന കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതാണ്. Different angles. Don't forget to subscribe and support this channel.